അപ്പൊ എല്ലാവിധ ഭാവുകങ്ങളും. നമ്മള് രണ്ടുപേരും തോറ്റ MLA ആയതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ പല ആൾക്കാരെയും പല ഷെയ്ഡ് കണ്ടു. പക്ഷെ എൽദോന്റെ അന്ന് മുതൽ ഇന്ന് വരെ സെയിം ഷെയ്ഡാണ് നമ്മൾ കാണുന്നത്. പുഷ്കറിന്റെ ഒരു മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ നിങ്ങള്. പുഷ്കറിന് മറ്റൊരു മുഖമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരു നാട്ടുകാരാണ്. എൽദോ ഇങ്ങനെ പറയുന്നോണ്ടാന്ന് തോന്നുന്നു ഒരു സത്യസന്ധമായിട്ട് സംസാരിച്ചു. അങ്ങനെ ബോംബെറിഞ്ഞു. ഇനി എത്രത്തോളം പൊട്ടു നോക്കിയാൽ മതി. ഈ പറഞ്ഞത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് ഇയാൾ ജനിച്ചു വീണത് ഇങ്ങനെ സംസാരിച്ചിട്ടാണോ? ഞാൻ ആരാണെന്ന് അവൾക്ക് കാണിച്ചു കൊടുത്തിട്ട് ബാക്കി കാര്യം. ഇയാള് നന്നായിട്ട് സംസാരിക്കും. നിനക്കറിയാവോ? നാടൻ രീതിയിൽ എവിടെ കേട്ടിട്ടുണ്ട്? ഞാൻ മറ്റേ പ്രൊമോയിലുണ്ടായിരുന്ന ആ ഷവല് നിനക്ക് തരാം. നീ കുത്തി തന്നെ അതിനകത്തേക്ക് ചാടിച്ചാവുന്നതായിരിക്കും നല്ലത്. ഞാനൊരു അധ്യാപകനാണ്. ആരെയൊന്നും പഠിപ്പിക്കാനല്ല വന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ നമുക്ക് അധ്യാപകന് ആവശ്യമില്ല. എന്നെ നിങ്ങൾ അതിഥിയായി ക്ഷണിച്ചിരുത്തി ഇപ്പോൾ അന്യനാക്കി അപമാനിക്കാൻ നോക്കുന്നു. പക്ഷേ ഈ ശ്രീ റിയാസ് ശരിക്കും സാറിന് ഇൻസൾട്ട് ചെയ്യാ. ബഹുമാനം തന്നതാണോ? കുത്താൻ വേണ്ടി കൊടുത്തല്ലടാ നീ. രാവിലെ കിട്ടിയില്ലേ? പോ. ഞാൻ എന്റെ കൂട്ടുകാരുടെ അടുത്തൊക്കെ സംസാരിക്കുന്ന രീതിയിൽ ഒരു വേദിയിൽ ഒന്ന് സംസാരിക്കാൻ പറ്റും. വലിയ വലിയ മനുഷ്യന്മാരൊക്കെ അങ്ങനെ. അല്ല, എങ്ങനെയാ കൂട്ടുകാരന്റെ അടുത്ത് സംസാരിക്കാം? ഞങ്ങള് കൂട്ടുകാരാണ് നിന്റെ. എന്നാ സ്റ്റാർട്ട് ചെയ്യാം. സംസാരിക്ക്. പറഞ്ഞ എഞ്ചിനി അത് കഴിഞ്ഞിരിക്കട്ടെ. എനിക്ക് ഇവിടെ നിങ്ങളുടെ അരിച്ചരിച്ചും മതി. നീ അപ്പുറത്ത് കാണും പോ. എന്ത് പറയണടാ? സുഖം. രാവിലെ എന്താ കഴിച്ചേ? ഞാനോ ഒന്നും കഴിച്ചിട്ടില്ല. നൂല് കോർക്കാനായിട്ടൊരു സൂചി എന്നാ അതിൽ കൂടെ ഞാനേ കിടത്തൂലടാ. അപ്പൊ എല്ലാവിധ ഭാവുകങ്ങളും. നമ്മള് രണ്ടുപേരും തോറ്റ MLA ആയതുകൊണ്ട് കുഴപ്പമില്ല. അല്ല, അങ്ങനെ ഒരു ചീത്തപ്പേര് മുതലാളിക്കുണ്ട്. എടുത്താൽ മതി. അവന്റെ ഫ്യൂസ് മാത്രമല്ല ജംഗ്ഷൻ ബോക്സ് വരെ ഇപ്പൊ തെറിച്ചില്ലേ. ഞാൻ പോകുന്നു. ബൈ ബൈ.